സമൂഹം ഈ 21-ാം നൂറ്റാണ്ടിലും എത്ര കണ്ട് പുരുഷ കേന്ദ്രീകൃതമാണ് എന്നാണ് ജെഫ്രി എപ്സ്റ്റീൻ ഫയലുകൾ നമ്മോട് പറയുന്നത്. ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലുമൊക്കെ വളരെ പുരോഗമനം കൈവരിച്ച നാട്ടിലാണ് ജെഫ്രി എപ്സ്റ്റീൻ എന്ന ലൈംഗിക കുറ്റവാളി ജനിച്ചതും. അമേരിക്കയിലുള്ള ഒരു ദ്വീപിലായിരുന്നു അദ്ദേഹം ദീർഘകാലം ജീവിച്ചത്. ഇസ്രായേൽ ഒറിജിനാണെന്ന് പറയുന്നു. രണ്ട് രാജ്യമാണെങ്കിലും ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ വളരെയധികം പുരോഗമനം കൈവരിച്ചിട്ടുള്ള നാടാണ്. മാത്രമല്ല ശാസ്ത്ര അധ്യാപകനായിരുന്നു, ഗണിതശാസ്ത്ര അധ്യാപകനായിരുന്നു. ഒരു ഗണിതശാസ്ത്ര അധ്യാപകനായിരുന്ന ആൾക്ക് എങ്ങനെ ഇത്ര കണ്ട് സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സിലൊക്കെ ഏർപ്പെടാം, അല്ലെങ്കിൽ അതിലേക്ക് തിരിയാൻ പറ്റുന്നു എന്നുള്ളതും കൂടി അത്ഭുതമാണ്. അപ്പോൾ എത്ര കണ്ട് വികലമായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ്. ശാസ്ത്രജ്ഞാനമോ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയിലെ പരിജ്ഞാനം കൊണ്ടൊന്നും തന്നെ മനസ്സൊന്നും നവീകരിക്കപ്പെടില്ല എന്നാണ് ഈ ഇൻസ്റ്റൻസ്, ഈ സംഭവം നമ്മോട് പറയുന്നത്. ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും വൻ പുരോഗമനം കൈവരിച്ചു എന്ന് വീമ്പ് പറയുന്ന ആളുകളുടെ നാട്ടിലാണ് ഈ ബാലാരാധനയും ഏറ്റവും അപരിഷ്കൃതമായ രീതിയിൽ പെൺകുഞ്ഞുങ്ങൾക്ക് നേരെ ലൈംഗികാതിക്രമം നടന്നിട്ടുള്ളതും തന്നെ. അവിടുത്തെ നിയമങ്ങളെല്ലാം തന്നെ വളരെയധികം റിജിഡാണ്. സ്ത്രീകൾക്ക് വളരെയധികം സുരക്ഷയുണ്ട്, പാതിരാത്രിക്കും ഇറങ്ങി നടക്കാം, തുല്യതയുണ്ട് എന്നൊക്കെ വീമ്പ് പറയുന്ന സമൂഹങ്ങളിലാണ് ഇത്തരം അട്രോസിറ്റി നടന്നു എന്ന്, ഞെട്ടിപ്പിക്കുന്ന അട്രോസിറ്റി നടന്നു എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും രസകരമായ സംഭവം, അല്ലെങ്കിൽ രസകരമെന്ന് പറയുന്നത് ഏറ്റവും ഭീതിതമായ, ഇതിൻ്റെ പിന്നിലുള്ള ഏറ്റവും നമ്മളെ ഭയപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതെല്ലാം ചെയ്യുന്നത് ഭരണാധികാരി ലോക നേതാക്കൾക്ക് വേണ്ടിയും ലോക നേതാക്കൾ ഉൾപ്പെട്ടുമുള്ള ഒരു ശൃംഖലയാണ് എന്ന് മാത്രമാണ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും സുരക്ഷ കൊടുക്കേണ്ടവർ തന്നെ അവരെ ഉപയോഗിക്കുക, അവരുടെ ഒരു പപ്പറ്റാക്കുക, അല്ലെങ്കിൽ ഒരു വിനോദോപാധിയാക്കി മാറ്റുക എന്നൊക്കെ പറയുന്നത്, അവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുക, അവരുടെ ജീവിതത്തിൽ എൻക്രോച്ച് ചെയ്യുക എന്നൊക്കെ പറയുന്നത് നിയമം നടപ്പിലാക്കേണ്ടവർ തന്നെയാണ് എന്ന് പറയുമ്പോൾ എവിടെയാണ് നമുക്ക് സുരക്ഷ, എവിടെയാണ് നമുക്ക് നല്ലൊരു ജീവിതം കിട്ടുക? അപ്പോൾ ഈ ജെഫ്രി എപ്സ്റ്റീൻ സത്യം എത്ര കണ്ട് മറച്ച് പിടിച്ചാലും ഒരു നാളത് നീക്കി പുറത്തു വരിക തന്നെ ചെയ്യുമെന്നുള്ളതിൻ്റെ തെളിവാണ് ജെഫ്രി എപ്സ്റ്റീൻ എന്ന ശതകോടീശ്വരൻ ഇത്തരം ഒരു സംഭവത്തിൽ ഉൾപ്പെടുകയും അത് മറന്നീക്കി ലോകം അറിയുകയും ചെയ്യേണ്ടി വന്നത്. അത് സത്യത്തിൻ്റെ എത്ര ബാലാരാധകന്മാരും സാത്താൻ വർഷിപ്പും ഒക്കെ നടത്തിയാലും ദൈവത്തിൻ്റെ അദൃശ്യ കരങ്ങൾ തന്നെയാണ് ഇന്ന് നമ്മൾ ഈ അമേരിക്കയിൽ എവിടെയോ നടന്ന ഒരു സംഗതി ഈ ഇന്ത്യയിലിരുന്ന് നമ്മൾ പറയുകയും ഈ കേരളത്തിലിരുന്ന ആൾക്കാർ പോലും അതിനെക്കുറിച്ച് ഒരുപാട് കൺസേൺഡ് ആവുകയും ചെയ്തത്. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, കേവലം ഒരു വ്യക്തിയല്ല. അധികാരവും പണവും രാഷ്ട്രീയ സ്വാധീനവും ചേർന്നൊരുക്കിയ ഒരു ക്രൂര ശൃംഖലയുടെ ഒരു കണ്ണി മാത്രമാണ് ജെഫ്രി എപ്സ്റ്റീൻ. അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഒരു വലിയ ഒരു സംഘം തന്നെയുണ്ട്. ചെറുപ്പക്കാരായ പെൺകുട്ടികളെ ലാക്കാക്കി പ്രവർത്തിക്കുന്ന ഒരു ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ ഒരു കേന്ദ്ര ബിന്ദുവാണ് ഈ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്നത്. അതിന് പിന്നിൽ വൻ സ്രാവുകൾ ഉണ്ട്. അപ്പോൾ ഈ കേസിൻ്റെ ഏറ്റവും ശക്തമായ ശബ്ദം എന്ന് പറയുന്നത് ജെഫ്രി എപ്സ്റ്റീൻ്റെ അതിജീവിതകൾ തന്നെയാണ്. അവർ രഹസ്യമാക്കി വെച്ചിട്ടുള്ള FBI-യും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസും രഹസ്യമാക്കി വെച്ചിട്ടുള്ള എപ്സ്റ്റീൻ്റെ ഫയലുകൾ പുറത്ത് വിടണം, അദ്ദേഹത്തിൻ്റെ ക്ലയൻസിൻ്റെ പട്ടിക പുറത്ത് വിടണം എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാരണം എപ്സ്റ്റീനെ മാത്രം കുറ്റക്കാരനാക്കുന്ന രീതി നീതിയല്ല,
അദ്ദേഹത്തെ സംരക്ഷിക്കുകയും അദ്ദേഹത്തെ ഉപയോഗിക്കുകയും ചെയ്തവർ വമ്പന്മാരാണ്. ആ വമ്പന്മാരുടെ പേരുകളും നിയമത്തിന് മുന്നിലും ലോകത്തിൻ്റെ മുന്നിലും കൊണ്ടുവരേണ്ടതുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതിൽ മെറീന ലേര, ലിസ ഫിലിപ്പ്, ശാന്തെ ഡേവിസ്, ലിസ ജോൺസൺ, അനുഷ്ക ധീർ, ജന, കോർട്ടിൻ വൈൽഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാവം പെൺകുട്ടികൾ അവരൊക്കെ ഇന്ന് അമ്മമാരായിട്ടുണ്ട്. അവർ പറയുന്നത്, അവരൊന്നടങ്കം പറയുന്നത് നീതി എന്നത് സുതാര്യതയാണ്, ട്രൂത്ത് ഈസ് ട്രാൻസ്പെറൻസി എന്നാണ് അവർ പറയുന്നത്. അവർ ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ്. അവരുടെ ദാരിദ്ര്യം മുതലെടുത്താണ് എപ്സ്റ്റീൻ അവരെ ലൈംഗിക വേട്ടയാടിയത്. അതുപോലെ തന്നെ അവരുടെ വാഗ്ദാനം കൊടുത്തും സ്വപ്നങ്ങൾ വിറ്റുമൊക്കെയാണ് ഈ രാഷ്ട്രീയക്കാർക്കും ലോക നേതാക്കന്മാർക്കും അവരെ കാഴ്ച വസ്തുക്കളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അവരെ വേട്ടയാടിയ രീതി അവർ പറയുന്നുണ്ട്. അപ്പം സമ്പന്നർക്കും രാഷ്ട്രീയക്കാർക്കും അവരെ ഒരു കാഴ്ച വസ്തുക്കളാക്കി എങ്ങനെ മാറ്റി എന്നാണ് അവർ ലോകത്തോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ എപ്സ്റ്റീൻ്റെ ക്ലയൻറ്റ് ലിസ്റ്റ് പുറത്ത് വിടാൻ ഭരണകൂടം തയ്യാറാവണം. പുറത്ത് വിട്ടില്ലെങ്കിൽ അവർ നേരെ അറിവുകളും അവരുടെ നേരിട്ട് അനുഭവിച്ചായ കാര്യങ്ങളും കേട്ടറിവുകളും വെച്ചിട്ട് അവർ തന്നെ ലിസ്റ്റ് പുറത്ത് വിടും എന്ന് ഒരു അവസ്ഥ പറഞ്ഞപ്പോൾ അത്തരൊരു അവസ്ഥയിൽ ഭരണകൂടത്തിന് അത് പുറത്ത് വിടാതെ തരമില്ല എന്ന അവസ്ഥ വന്നപ്പോഴാണ് അത് പുറത്ത് വിട്ടത് തന്നെ. ഇപ്പോൾ അവരെല്ലാവരും തന്നെ അമ്മമാരാണല്ലോ. അപ്പോൾ അവർക്ക് നല്ല ഭയമുണ്ട്, മാതൃത്വം അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. പക്ഷെ എന്നാലും അവർ പറയുന്നു ഭയം തങ്ങളെ നിശബ്ദരാക്കില്ല. കാരണം നാളെ ഞങ്ങളുടെ പെൺകുട്ടികൾക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. വിശന്നപ്പോൾ നമ്മൾ പലതിനും വിധേയപ്പെടുകയും വഴിപ്പെടുകയൊക്കെ ചെയ്യേണ്ടി വരുന്നത് അഭിമാനമില്ലാഞ്ഞിട്ടല്ലായിരുന്നു. പക്ഷേ അഭിമാനത്തിനേക്കാൾ വലുത് വിശപ്പായിരുന്നു, നിലനിൽപ്പായിരുന്നു. വീട്ടിലെ ദാരിദ്ര്യം പിന്നിലേക്ക് പിടിച്ചു വലിക്കുകയായിരുന്നു. പക്ഷേ ഇനി അത് അങ്ങനെ വിട്ടുകൊടുത്തൂടാ. വരും തലമുറയ്ക്കും നന്നായി ഇവിടെ ജീവിക്കേണ്ടതുണ്ട്. അവിടുത്തെ വരും തലമുറയിലെ പെൺകുട്ടികൾക്കും നന്നായി ജീവിക്കേണ്ടതുണ്ട്. പെൺകുട്ടികളെയും പെണ്ണുങ്ങളെയും ഒരു കാഴ്ച വസ്തുക്കളും ഭോഗവസ്തുക്കളുമാക്കി മാത്രം കാണുന്ന സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടും തിരുത്തപ്പെടേണ്ടതുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അതുമാത്രമല്ല, ആ കുഞ്ഞുങ്ങളെ പലരും ജീവിച്ചിരിപ്പില്ല, പലരും അത് മരിച്ചു പോയിട്ടുണ്ട് ഇവരുടെ കുറ്റകൃത്യങ്ങളിൽ. പക്ഷേ അവരെ ആ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടാൻ കാരണക്കാരനായ ഒരു വ്യക്തി കൂടിയാണ് അധികാരത്തിലിരിക്കുന്നത് അമേരിക്കയിൽ. അദ്ദേഹത്തിൻ്റെ പേര് 33,000 പ്രാവശ്യം എപ്സ്റ്റീൻ്റെ ഫയലിൽ പറയുന്നുണ്ട് എന്ന് പറയുന്നു. അത്തരക്കാരാണ് നമ്മളെ ഭരിക്കുന്നത് എന്ന് ജനങ്ങൾ അറിയേണ്ടതുണ്ട്. UK ഒരു മിനിസ്റ്ററുടെ പേര് ഫയലിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ഉടനെ അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. പക്ഷെ അമേരിക്കയിലും അത് എപ്സ്റ്റീൻ്റെ ഫയലിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് താൻ അവിടെ പോയിട്ടില്ല, ഒരു പാർട്ടിയിൽ മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ പേരും വന്നിട്ടുണ്ട്. എത്തരത്തിലാണ് അത്തരം പേര് വന്നത് എന്നുള്ളത് പ്രൈം മിനിസ്റ്റർ തന്നെ നമ്മളോട് പറയേണ്ടതാണ്. അത് അദ്ദേഹം എന്താണെന്ന് നമുക്കറിയില്ല. മോദിയുടെ പേരും കൂടി അതിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഈ നേരിട്ട് പങ്കുള്ള ഒരാൾ 33,000 പ്രാവശ്യം ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ പേര് അവിടെ ഫയലിൽ പരാമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ പ്രസിഡൻ്റായിട്ട് അമേരിക്കൻ ജനത തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ലോകത്ത് സമാധാനത്തിലെ നൊബേൽ പ്രൈസിനൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അദ്ദേഹമാണ് ഓരോ രാഷ്ട്രങ്ങളോടും ആഡംബര ജനാധിപത്യ വിരുദ്ധത ഉണ്ട് എന്ന് പറഞ്ഞ് അവരെ മര്യാദ പഠിപ്പിക്കാൻ നടക്കുന്നത്. ഈ ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിഷ്കളങ്ക പ്രണയങ്ങളെയൊക്കെ തെറ്റിദ്ധരിക്കുകയും അവരോട് ആയിട്ട് പെരുമാറുകയും അവരെ അവിടെ കൊണ്ടുപോയി വിൽക്കുന്നു, പലസ്തീനിൽ കൊണ്ടുപോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ജെഫ്രി എപ്സ്റ്റീൻ്റെ ഈ സംഘടന എവിടെ നിന്നൊക്കെ പെൺകുട്ടികളെ ഇതേപോലെ പ്രണയം പറഞ്ഞ് ചതിച്ചും കൊണ്ടുപോയിട്ടുണ്ട്. പലർക്കും കാഴ്ച വെച്ച് കൊടുത്തിട്ടുണ്ട്. അവർ ചിലപ്പോൾ വാനിഷായി പോയിട്ടുണ്ടാവും സമൂഹത്തിൽ നിന്ന് തന്നെ.
ഒരിക്കലും തിരിച്ചു വരാതെ അതൊന്നും ഒരു ചർച്ചയും ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ ഇത് തന്നെയാണ് എല്ലാ ഇടങ്ങളിലും നടക്കുന്നത്. ഈ അധികാരത്തിൻ്റെ ഇടനാഴികയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ സ്ത്രീകളും പെൺകുട്ടികളും ജാഗ്രത പാലിക്കണം. ഇനി ഇത്തരം സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിക്കൂടാ. ഈ പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൽ പുരുഷന് പ്ലീസ് ചെയ്താൽ മാത്രമേ സ്ഥാനമാനങ്ങൾ കിട്ടുള്ളൂ, മോഡലാവാൻ പറ്റുള്ളൂ, സിനിമാ നടിയാവാൻ പറ്റുള്ളൂ, മന്ത്രിയാവാൻ പറ്റുള്ളൂ, MLA ആവാൻ പറ്റുള്ളൂ. എന്തിനൊരു ക്ലർക്കിൻ്റെ ജോലി വരെ ഉണ്ടെങ്കിൽ അവിടുത്തെ MD പുരുഷനാണെങ്കിൽ അദ്ദേഹം തീരുമാനിക്കണം. അപ്പോൾ ആ ഒരു അവസ്ഥ ഇവിടുന്ന് മാറേണ്ടതുണ്ട്. ജെഫ്രി എപ്സ്റ്റീൻ്റെ ഫയല് ഒരു നാഴികക്കല്ല് തന്നെ ആയിരിക്കും സമൂഹത്തിൻ്റെ ഈ ചിന്താ പദ്ധതിയെ നവീകരിക്കാനുള്ളൊരു നാഴികക്കല്ലായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.